എൻ്റെ പേര് പ്രിയ തോമസ്, പാലാരൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ 2022 ഏപ്രിൽ 21 ഞാൻ 6 നിയോഗം എഴുതിയതിൽ എൻ്റെ 5 നിയോഗവും എനിക്ക് സാധിച്ചു കിട്ടി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ OETക്ക് വേണ്ടി ഒരു നിയോഗം വിട്ടിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, അമ്മേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒന്ന് എന്നെ പാസ്സാക്കണം, അല്ലെങ്കിൽ എന്നെ അയർലൻഡിന് വിടണം, എന്തേലും ജോബ് നൽകി. അപ്പം മാതാവിൻ്റെ കാര്യം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഞാൻ OET പാസ്സായില്ല എങ്കിൽ തന്നെയും എനിക്ക് അയർലൻഡിൽ പോകാനും അവരൊരു ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യാനും സാധിച്ചു. അതിനുശേഷം 2024 സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് OET പാസ്സാകാൻ സാധിച്ചു. രണ്ടാമതായിട്ട് 10 വർഷമായി ഞങ്ങളുടെ വീടിനും പരിസരത്തുമായി പാമ്പിൻ്റെ ശല്യം ഭയങ്കര രൂക്ഷമായിരുന്നു. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പ് വെള്ളത്തിൽ കലക്കി വീടിനുള്ളിലും പരിസര പ്രദേശങ്ങളിലും തളിച്ചു. അതിനുശേഷം ഒരു പ്രാവശ്യമേ തളിച്ചുള്ളൂ. അതിനുശേഷം വീടിനുള്ളിൽ ഒരിക്കലും പാമ്പ് അതിനുശേഷം കയറിയിട്ടില്ല. 12 വർഷമായി ഞാൻ ലൈസൻസ് എടുത്തിട്ട്, എന്നിരുന്നാൽ തന്നെയും വാഹനം ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് 1 മാസത്തിന് ശേഷം ഞാൻ വാഹനം ഓടിക്കുകയും മാതാവിൻ്റെ കാശുരൂപം കൂടെ കരുതുകയും അതൊരു വലിയ സാന്നിധ്യമായിരുന്നു. ഭയങ്കര ഒരു ധൈര്യമാണ് നമ്മൾ വണ്ടി എടുക്കുമ്പം. എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. അതിനുശേഷം ഇതിപ്പോഴും എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ 7 വർഷമായി ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നു. മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചും വലിയൊരു വീട് ഞങ്ങൾക്ക് ലഭിച്ചു. OET പാസ്സായെങ്കിൽ തന്നെയും പേപ്പർ വർക്കേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പുറത്തൊക്കെ വർക്ക് ചെയ്താണ്, ഒരു 10 വർഷമായിട്ട് സൗദിയിലൊക്കെ ആയിരുന്നു. അവിടുന്ന് പേപ്പർ വർക്കുകളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും കുർബാനയ്ക്ക് പോകും, ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം കുർബാനയ്ക്ക് പോകും. വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ മാതാവേ എനിക്ക് ഇന്നെങ്കിലും ഒരു റിപ്ലൈ എവിടുന്നെങ്കിലും തരണേ. അപ്പം ഉറപ്പായിട്ടും ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്തെങ്കിലും റിപ്ലൈ ഉണ്ടായിരിക്കും. ഒന്നേ പോസിറ്റീവോ അല്ല നെഗറ്റീവോ, എന്താണെങ്കിലും നമുക്കതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പേപ്പർ വർക്കുകളൊക്കെ വിത്തിൻ 3 മന്തിൽ എനിക്ക് ഫിനിഷായി. എനിക്ക് DL കിട്ടി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, നാട്ടിലുള്ളപ്പോൾ ഞാൻ പത്രം വിതരണം ചെയ്യുകയും പിന്നെ മെൻ്റലി ചലഞ്ചഡായിട്ടുള്ള ഓർഫനേജിൽ പോവുകയും അവർക്ക് ഭക്ഷണം നൽകുകയും അവരെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യാൻ എനിക്ക് സാധിച്ചു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. സോ പേഷ്യൻസിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാനും ഒത്തിരി നമുക്ക് ദേഷ്യം വരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും മാതാവിൻ്റെ ഒരു സാന്നിധ്യം, ഉടമ്പടി എടുത്ത ഒരു സാന്നിധ്യം നമുക്ക് ഭയങ്കര പേഷ്യൻസ് തരും. ഭയങ്കര ഒരു സാന്നിധ്യമാണ് മാതാവിൻ്റെ. സോ നമുക്ക് കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാനും അതിനുള്ളൊക്കെ ഒരു പ്രത്യേക കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാതാവ് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ 100,000 നന്ദി പറയുന്നു. പ്രവാചകന്റെ പുസ്തകം 40:31 ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രിയ തോമസ് എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങുമ്പോൾ മകൾ ആഗ്രഹിച്ച് അമ്മയിൽ ശരണപ്പെട്ട് സമർപ്പിച്ച ഓരോ നിയോഗവും അമ്മ മാതാവ് തക്ക സമയത്ത് മകൾക്ക് കൃപയായി കൊടുത്ത് വഴി നടത്തിയതും ജീവിതം സുരക്ഷിതമാക്കിയതും സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് ആദ്യം OET പരീക്ഷ എഴുതുമ്പോൾ ഒന്നെങ്കിൽ പരീക്ഷ വിജയിക്കുകയോ അല്ലെങ്കിൽ വിദേശത്ത് പോകുവാനുള്ള സാധ്യതയോ തെളിക്കണം എന്നാണ് മകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. പരീക്ഷ പരാജയപ്പെട്ടുവെങ്കിലും വിദേശത്ത് പോകുവാനുള്ള വഴി അമ്മ മാതാവ് ഒരുക്കി കൊടുത്തതിനെ നന്ദിപൂർവ്വം ഓർക്കുന്നു. അതോടൊപ്പം വീടിനകത്ത് നാട്ടിൽ പാമ്പിൻ്റെ ശല്യം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ മാതാവിൻ്റെ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സംരക്ഷണയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് മകൾ പറയുന്നുണ്ട്, ഒരേ ഒരു തവണയാണ് അപ്രകാരം വീടിനകത്ത് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചത്. അമ്മ മാതാവ് ഞങ്ങളെ സംരക്ഷിക്കുകയും നാളിതുവരെ പിന്നീടൊരിക്കലും പാമ്പിൻ്റെ ശല്യം വീടിനകത്ത് ഉണ്ടായിട്ടില്ലെന്ന്. മറ്റൊന്ന്, മകളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ക്രമമനുസരിച്ച് കിട്ടുന്നതിനും OET പാസ്സായിക്കൊണ്ട്
അവിടെയുള്ള രജിസ്റ്റേർഡ് നേഴ്സാകുന്നതിനുള്ള വഴികൾ മകൾ തേടിക്കൊണ്ടിരുന്നു. ഒത്തിരി പ്രയാസപ്പെടുന്ന 1 വർഷമോ അതിലധികമോ ഒക്കെ ആ പ്രോസസ്സ് പൂർത്തിയാക്കുവാൻ എടുക്കുമെന്ന് മകൾ സാക്ഷികൂടാരത്തിൽ പറയുന്നുണ്ടായിരുന്നു. കേവലം 3 മാസത്തിൽ ചുരുക്കി അമ്മ മാതാവ് ആ എല്ലാ പ്രോസസ്സും പല ഇടങ്ങളിൽ ജോലി ചെയ്തതുകൊണ്ട് ഓരോ ഇടത്തു നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് അത് വളരെ വേഗത്തിൽ കരഗതമാകുന്നതിനും അങ്ങനെ അവിടെ നല്ല നിലയിൽ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുത്തതിനെ മകൾ നന്ദിപൂർവ്വം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. നാട്ടിലൊരു ഭവനം വേണമെന്ന ആഗ്രഹത്തോടു കൂടി നിയോഗം സമർപ്പിച്ചതും അമ്മ മാതാവ് നല്ലൊരു ഭവനം, വലിയൊരു ഭവനം നാട്ടിൽ ഈ മക്കൾക്ക് നൽകുന്നതിന് അനുവദിക്കുന്നതിന് കൃപയായി എന്നും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓരോ നിയോഗവും അനുഗ്രഹമായി തീരുമ്പോൾ അതിൽ മകൾ അമ്മ മാതാവിനോട് പുലർത്തുന്ന വിശ്വസ്തതയുള്ള ഒരു ഉടമ്പടി ജീവിതമുണ്ട്. ഉടമ്പടി ജീവിതം നമ്മളെ ആത്മീയരായി വളർത്തുന്നുണ്ട്. ഭൗതിക സാഹചര്യങ്ങളിൽ കുറേ കൂടി വിവേകത്തോടും പക്വതയോടും വിശ്വസ്തയോടും കൂടി പെരുമാറുവാൻ നമ്മളെ കരുത്തരാക്കുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്, പ്രയാസമുള്ള രോഗികളോടൊപ്പമാണ് ശുശ്രൂഷിക്കുന്നതെങ്കിലും കരുതലോടും ക്ഷമയോടും സ്നേഹത്തോടും കൂടി അവർക്ക് ഏറ്റവും നല്ല ശുശ്രൂഷ നൽകുന്നതിന് നിരന്തരം അമ്മ മാതാവ് സഹായിച്ചു കൊണ്ടിരുന്നുവെന്ന്. പിന്നെ പരിശുദ്ധമ്മയുടെ സംരക്ഷണം എപ്പോഴും ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടെന്നും ഏതൊരു പ്രയാസത്തിലേക്ക് പോകുമ്പോഴും അമ്മ മാതാവ് കരം പിടിക്കുന്നതും ആ പ്രയാസത്തെ അതിജീവിക്കുവാൻ കരുത്ത് പകരുന്നതും അനുഭവിക്കുവാൻ സാധിക്കുന്നുവെന്നും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ഒരു സംരക്ഷണത്തിൻ്റെ ജീവിതമാണ്. ഉടമ്പടി ജീവിതം ദൈവാശ്രയത്വത്തിൻ്റെ ജീവിതമാണ്. ഉടമ്പടി ജീവിതം ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമസ്ഥാനം കൊടുക്കുമ്പോൾ ദൈവം അമ്മ മാതാവിലൂടെ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളുടെ മേൽ നിരന്തരം അനുഗ്രഹം ചൊരിയുന്ന ജീവിതമാണ്. അതുകൊണ്ട് നമ്മുടെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ വേഗത്തിലും നന്നായും ഫലമണിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.